ഹലോ. അപ്പോ തറവാട്ടിൽ വന്നിട്ടില്ലേ? അപ്പോ അച്ഛനും ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഇല്ലു. അപ്പോ ഏട്ടൻ മീൻ വാങ്ങിനെ. അപ്പൊ ഞാൻ ഇതിന്റെ തോലിനും പൊളിച്ചു. കുറച്ച് വലിയ മീനാണ്. ശരി, നമുക്ക് പൊളിക്കാൻ അറിയില്ല കേട്ടോ. എനിക്ക് ശരിക്കും പൊളിക്കാൻ അറിയില്ല. അപ്പോ ഞാൻ ഇങ്ങനെ അത് പൊളിച്ച് തോലിനും പൊളിച്ചിട്ടുണ്ട്. അപ്പോ അമ്മ ഇരുന്ന് ദോശ കൊണ്ടുവന്നത് ഗോതമ്പ് ദോശയാണ്. അപ്പോ ഈ മീൻകറിയും കൂടെ ആക്കട്ടെ. പെട്ടെന്ന് ഒരു മീൻകറിയാണ് കേട്ടോ. ഒരുപാട് ചേരുവൊന്നും ചേർത്തിട്ടല്ല, പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന മീൻകറി. അമ്മേ ദോശക്കയാ പിന്നെ മീൻകറിയാക്കാം നമുക്ക്. നമ്മുടെ മീൻകറിക്ക് വേണ്ടുന്ന നമ്മുടെ ഏട്ടമീന്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ടേ. നല്ല വൃത്തിക്ക് തോല് കളഞ്ഞു കേട്ടാ. ഇപ്രാവശ്യം തോലെല്ലാം കളഞ്ഞിനി. പക്ഷെ മുറിക്കലിന് അത്ര ലെവലായിട്ടില്ല. തോല് കളഞ്ഞുകൊണ്ട് തോലങ്ങനെ പൊളിച്ചെടുക്കായിരുന്നു കേട്ടാ. ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോ അച്ഛന്ന് വെളുത്തുള്ളിയിലെ തോല് കളയുന്നുണ്ട്. അപ്പോ നമ്മൾ പെട്ടെന്ന് നോക്കാച്ചാ. എന്നാ പിന്നെ നമുക്ക് മീൻകറി ഇറക്കാം. അമ്മേ ഇട്ടോ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിനി, അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പേ. അത് മതിയാവാന്ന് പറയുന്നുണ്ട്. അപ്പൊ തട്ടിക്കൂട്ട് കറിയാണ്. അപ്പൊ കുറച്ച് ഇഞ്ചി കഷ്ണം, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക് കയറിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. പറങ്കിപ്പൊടി, കുരുമുളക് കുറച്ച് നല്ലോണം അല്ലേ? കുരുമുളക് പൊടി, അതിലമ്മ നോടിട്ടോ. ഇതെല്ലാം കൈ കൊണ്ടുവന്ന് പെരക്ക. തലയുണ്ടായോണ്ട് അച്ഛാ, തലയുണ്ടായോണ്ട് കൈക്ക് മുള്ളു ചേർക്കുന്നു. കുറച്ച് വെള്ളം ഒഴിക്കണമ്മേ. വെള്ളം ഒഴിക്കണ്ടേ? എന്നുണ്ടമ്മേ വെള്ളം കയറ്റിയത നോക്കിയാലേ. കുറച്ച് മതി അമ്മേ. ഇല്ലേ? പെട്ടെന്നാക്കാൻ വേണ്ടിട്ടാണ് അല്ല സാ, പെട്ടെന്നാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഗ്യാസ് ആക്കുന്ന സാ. ഗ്യാസിലാക്കല്ല, ഗ്യാസിലാക്കിക്കോന്നാല്. കത്തിക്ക്. അച്ഛനിപ്പം പിന്നെ ഭക്ഷണം കഴിക്കാനായി, രാത്രി അത്താഴം കഴിക്കാനായി. ഗോതമ്പ് ദോശ കഴിക്കല്ലോ കേട്ടാ അച്ഛന്. അമ്മ ഗോതമ്പിനല്ലേ? അമ്മ ചോറ് അല്ലേ? അതെ, രണ്ടാളും ഗോതമ്പ് ദോശ കഴിക്കല്. അപ്പൊ ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. വെച്ചക്കഥ അടുപ്പത്ത് വെച്ചേക്ക. പടച്ച് വെച്ചിട്ടുണ്ട്. പോവട്ടെ അല്ലേ? പോവട്ടെ അച്ഛ. അപ്പൊ പൂരപ്പാന്ന് ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ പൂരക്കളി നമ്മളിടാ മറ്റന്നാളാണ്. അച്ഛൻ അറിയില്ല. അച്ഛൻ പൂരക്കളി കലാകാരനല്ലേ, എന്നിട്ട് അറിയില്ല. അച്ഛൻ മുമ്പത്തെ പൂരക്കളി കലാകാരനാണ്. അതാച്ചാ മുമ്പ് പൂരക്കളി കളിക്കുന്നല്ലേ? ഒരുപാട് ക്ഷേത്രങ്ങളിൽ അച്ഛന് പോയി പൂരക്കളി കളിച്ചിട്ടുണ്ട്. നമ്മളെ ചുളിച്ചേരി പുതിയോതി ക്ഷേത്രത്തിലെ പൂരക്കളി കലാകാരനാ അച്ഛൻ. ചെറുപ്പത്തിലേ കളിക്കുന്നതാണ്. അതെ. അതെ. ഇപ്രാവശ്യം പറവൂരായിട്ടല്ലേ പൂരക്കളി? അമ്മേടെ നാട്ടിലാണ് അമ്മ പൂരക്കളി. അമ്മേടെ നാട്ടുകാരായിട്ടാണ് ഇപ്രാവശ്യത്തെ പൂരക്കളി. ഇന്നലെ കളി
ആ എരുത്തല്ലൊക്കെ അമ്പലമില്ലേ? അതെയാ അതെയാ അന്നേരം വെച്ചിട്ട് കൊടുക്കണം നമ്മ പോയിട്ട്. അതെയാ ഇപ്പം വരെ വെച്ചിട്ടില്ല കൊടുക്കല്. അന്നേരം വെച്ച് കൊടുക്കണ അന്നേരം നമ്മ എന്നെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. അതല്ലേ അമ്മ മൊക്കുന്ന കളിച്ചത് ഇപ്പൊ അവര് അച്ഛ കളിച്ച സ്ഥലം പറയും. കുറ്റോട് കളിച്ചത് കുറ്റോട് ഒരു വലിയ കളിച്ചോടും കളിച്ചോ അല്ലേ അവിടെ കളിച്ചോടാ ആടുന്ന് വന്നാൽ അതെയാ നമ്മളെ ചൊറിശ്ശേരി അമ്പലത്തിലാ? അതെയാ മൈലഞ്ചേരിയാ? അങ്ങനെല്ലാം ഉണ്ടല്ലേ? അതല്ലേ പൂരത്തിന് മീൻ വെച്ചൂടാ ശരിക്കും പറഞ്ഞാൽ? ഇപ്പം പൂരായ നാളെ പോലെ മീൻ വെച്ചൂടാ അല്ലേ? അതെ നമ്മത്തെ വീട് നമ്മത്തെ ഇത് കൂട്ടൂലോട്ടാ, കൂടുന്ന കുഞ്ഞൊന്നും കൂട്ടൂല. അപ്പൊ നാളെ പോലെ മീൻ ഉണ്ടാവൂല. എത്ര ദിവസം അമ്മേ? നാളെയും മറ്റന്നാളും പിറ്റേന്ന് പൂരല്ലേ? മൂന്ന് ദിവസം അല്ലേ? 3 പോവാ നമ്മളെ കൂട്ടിയിടല്. അപ്പൊ 3 ദിവസം മീൻ ഉണ്ടാവൂല. ചിലക്കിൽ എത്ര കുറെ ദിവസം ഉണ്ടാവൂലേ? 5 പോവാ അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ടാ മീൻ മത്സരിട്ടാ. ഇന്നുകൂടെ മീനില്ലു, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് മീനില്ലു. പൂരം കയ്യിൽ വാങ്ങാം അല്ലേ? പ്രാവശ്യം കാമനയക്കാനാവൂ നമുക്ക്? കാമനയക്കാനാവൂ? ആവൂല അല്ലേ? അമ്മയെ മറ്റ് കാമനയക്കില്ല. നമുക്കിപ്പോ പുറത്തൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജീവില്ല, വീണു പോകും. അതാ പ്രശ്നം. പുറത്ത് അച്ഛ എന്തായി കറി എന്തായി നോക്കറാ? തുറന്നോക്കി മെല്ലെ. അതിനെ കൂടെ തുറന്നു. കറി എന്തായി നോക്കട്ടെ. കിട്ടുന്നില്ലേ? ആവുന്നത്ര അച്ഛാ, ആവുന്നത്ര അല്ലേ? കുറച്ചുകൂടെ വിട്ടിട്ട് വെള്ളമല്ലോ വേണം. ഒന്ന് ഇളക്കാം അല്ലേ? അതുകൊണ്ട് ഞാൻ ഇളക്കാം. അടിക്കുടിക്കാൻ തുടങ്ങിയ അടിക്കോടിക്കോ ഇത് കറി? അടിക്കോടിക്കോ അമ്മേ? വെളിച്ചെണ്ണ വെച്ചിക്കണേ ഇനി ഇപ്പൊ ആയാ? ആവുന്നത്രേ. ബന്ധിച്ച് വിളിച്ച് കുറ്റിച്ചാ മതിയില്ലേ? അതെയാ ലേശം വെളിച്ചെണ്ണ എടുത്താ ചാർന്ന്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഉറ്റിക്കണായിരുന്നു ചട്ടിയില് അല്ലേ? മതിയില്ലേ? 3 വെറ്റി ഇട്ടിട്ടാ മതി അമ്മേ. അപ്പൊ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഓഫാക്കാം അല്ലേ? ഗ്യാസ് ഓഫാക്കാം. അപ്പൊ പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ ഏട്ടക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം അച്ഛനും നമുക്കും കോരി കൊടുക്കാം. ഞാൻ എന്നെ കോരി കൊടുക്കാം അല്ലേ? മറ്റേ കഷ്ണം ചാറുണ്ടേ? അതിന് പൊന്തിക്കമ്മേ, പൊന്തിച്ചോടിക്കറാ എന്നാ പറയുന്ന വെച്ചാ കൂട്ട്. ഉണ്ടോടാ? അച്ഛൻ പറയുന്നുണ്ടോ? ഒരു കഷ്ണം വേണ്ടതാ? ഓഹോ, അച്ഛനായിരുന്നു ആദ്യം ഒരു കഷ്ണം കൊണ്ടുപോയി. ഇല്ല കഷ്ണാണ് മതിയാ? കറി നോക്കിയാച്ച രസമുണ്ടാ? തട്ടിക്കൂട്ട് കറി രുചിയുണ്ടാ?
എന്താ നല്ല രസമുണ്ട്. കഷ്ണം കൂട്ടി പറ കഷ്ണം അപ്പുറത്തും വിളിക്ക് കഷ്ണണ്ടാ രസമാണ്. എന്താ ഫസ്റ്റ് തന്നെ വരും അമ്മേ ഫസ്റ്റ് തന്നെ വരും ഫസ്റ്റ് തന്നെ വരും കരിപ്പരി വേണ കരിപ്പരി വേണ വേണ്ട, വേണ്ട. ഇതുകൊണ്ട് അപ്പൊ ഗോതമ്പ് ദോശയും ഏട്ടക്കറി ഓരോരോ കഷ്ണം വാങ്ങിട്ടു കൂട്ടാ 2 കഷ്ണം കൊടുത്തിട്ട് 1 കഷ്ണം അങ്ങോട്ട് എടുത്തിട്ടു രാത്രി അധികം കഴിക്കില്ല രാത്രി ഇങ്ങനെ ഗോതമ്പ് ദോശ ചെറിയ തോതിൽ കഴിക്കില്ല അച്ഛന് ചോറാ ഇഷ്ടം ഇടക്കാലത്താണ് ഇപ്പം ദോശയാക്കിയത് അല്ലമ്മേ എന്നാ പിന്നെ ഇവര് കഴിക്കട്ടെ ഏ എല്ലാം കൂട്ടിക്കോ ഓ ഇന്ന് തന്നെ കൂട്ടി തീർക്കണം അതാണ് നാളെ അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന ശനിയാഴ്ച കേട്ടാ ഞായറാഴ്ച മുതല് പൂരായി അപ്പൊ അമ്മ പറയുന്നത് നല്ല കൂട്ടി തീർക്കണം എന്നാ പറയുന്നു നാളെ ഞായറാഴ്ച പിന്നെ കൂട്ടി കൂടാ 3 ദിവസം ഞായറ് തിങ്കൾ ചൊവ്വ അല്ല അമ്മേ ചൊവ്വാഴ്ച കയ്യില് പൂരം ഇല്ല